പറയുന്നില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയി കുറച്ച് ഒരു ഇന്ററാക്റ്റീവ് രീതിയിൽ ചെയ്യാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്? ക്രിസ്തുവിൽ വസിക്കുവാനുള്ള പർപ്പസ്, കാരണം എന്തായിരിക്കും? വാട്ട് ഈസ് ദ പർപ്പസ്? ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ആദ്യത്തെ പർപ്പസ് ഇങ്ങനെ പറയാം. ദാറ്റ് ഈസ് അവർ പ്രയോറിറ്റി. അത് നമ്മുടെ മുൻഗണനയാകുന്നു, നമ്മുടെ പ്രയോറിറ്റി ആകുന്നു. യേശു ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എന്തായിരിക്കുന്നു? ഇനെന്തോ ആർക്കൊരു ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞ പോലെ കിക്കില്ലാത്ത എല്ലാവരും വളരെ ക്ഷീണത്തിലാണ് തോന്നുന്നു. ഹലോ, ആർ യു ഹിയർ? ഓക്കെ, വാട്ട് ഈസ് ദ പ്രയോറിറ്റി? എന്തുകൊണ്ട്? അവ നമ്മൾക്ക് ചോദിക്കാം, എന്റെ പ്രയോറിറ്റി എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ ജോലി ചെയ്യും, സ്കൂൾസിലും ഹോസ്പിറ്റൽസിലും ഓഫീസിലൊക്കെ നമ്മൾ ജോലി ചെയ്യും. ഓക്കെ, ഈ ജോലി ചെയ്യാനുള്ള കാരണം എന്താ? വാട്ട് ഈസ് ദ പ്രയോറിറ്റി? ഒന്ന് പറയാമോ? ഓപ്പൺ അപ്പ്. നോ റൈറ്റ് ആൻസേഴ്സ്, നോ റോങ് ആൻസേഴ്സ്. ഏർണിംഗ് മണി, യെസ്, അത് നമ്മുടെ പ്രയോറിറ്റിയാണ്. ഇപ്പൊ നമ്മൾ പറയും, എനിക്ക് പണം വലിയ താല്പര്യമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ അന്നാ ഒരു മാസം എനിക്ക് ഒരാഴ്ച 40 മണിക്കൂർ ഫ്രീക്ക് ജോലി ചെയ്യാൻ പറഞ്ഞ ആരെങ്കിലും ചെയ്യുമോ? ഇല്ല. കാരണം ജോർജ് കുട്ടി വീട്ടിൽ വന്നില്ലെങ്കിൽ റെന്റ് കൊടുക്കാൻ പറ്റത്തില്ല, പല കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പ്രയോറിറ്റി, നമ്മൾ ജോലിക്ക് പോകുന്നത് നമുക്ക് ഒരു ശമ്പളം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവ നമ്മൾ ഒരു വണ്ടി മേടിക്കുന്നു, വാഹനം മേടിക്കുന്നു. അപ്പൊ ഒരു വ്യക്തി ചോദിക്കുക, എന്തുകൊണ്ട് കാർ മേടിച്ചു? അപ്പൊ നമ്മൾ പറയും, എനിക്ക് ജോലിക്ക് പോകുക, ഇവിടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഫെസിലിറ്റീസ് കുറവായതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകുവാൻ എനിക്ക് അത്യാവശ്യമായിരിക്കുന്ന ഒരു വാഹനം, അതുകൊണ്ട് ആ പ്രയോറിറ്റി വെച്ചുകൊണ്ട് ഞാൻ ഒരു വാഹനം മേടിച്ചു. ഇംഗ്ലീഷിൽ പൊതുവെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സെറ്റ് യുവർ പ്രയോറിറ്റീസ് ഫസ്റ്റ്. നമ്മുടെ പ്രയോറിറ്റി എന്തായിരിക്കുന്നു, നമ്മൾ അതെപ്പോഴും മുമ്പിൽ വെക്കണം. അപ്പം ഞാൻ പറയുക, കർത്താവിൽ വസിക്കുന്നത് എന്റെ പ്രയോറിറ്റിയാണ്, ഞാൻ അതിനാ മുൻഗണന കൊടുക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം, കർത്താവിൽ വസിക്കുന്നത് എന്തുകൊണ്ട് എന്റെ പ്രയോറിറ്റി ആയിരിക്കും? കർത്താവിനെ രക്ഷിച്ചു. ഓക്കെ, ഷൈൻ, can you write that point? God saved me, so that is my priority. Okay, throw or bouncers. Yes, zero what you പറഞ്ഞേ? ഓക്കെ, അവിടുന്ന് യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകി. ഓക്കെ, God saved us. He gave his son Jesus to die for our sins. Okay, then salvation. Okay, he provided salvation. Okay, come on, Saudharanmar, why is abiding in Christ my priority? Okay, അവരുടെ കർത്താവ് നമ്മുടെ പിതാവായിരിക്കുന്നു. ശരി, എടുക്കണേ. All these answers are right. There is no wrong answer. Eternity. Eternity. Okay, very good. നമ്മൾ തന്നെ ഇറ്റേണിറ്റിക്ക് വേണ്ടി ഒരുക്കുന്നു. Okay. Yes. Any more children? Why is Jesus our priority? Okay, because Jesus loved us. Yes, children. See ya. Yeah. Okay. ഞാൻ ചില പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് ഞാൻ വായിക്കാം. Why is this my priority? Okay, I want to live for God. I want to die for God. I want to go to heaven. I want to worship God. I want to serve Him. ഞാൻ സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കർത്താവിനെ സേവിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. അപ്പൊ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്താൽ അതിനെ ഒരു ഫ്രേസിൽ നമുക്ക് ഒതുക്കാം. അതായത്, I want to glorify God through my life. എന്റെ ജീവിതത്തിൽ കൂടെ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ കർത്താവായ യേശുവിൽ എന്തുകൊണ്ട് വസിക്കുന്നു? കാരണം അതെന്റെ പ്രയോറിറ്റിയാണ്. എന്തുകൊണ്ട് എന്റെ പ്രയോറിറ്റി ആയിരിക്കുന്നു? കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ
സങ്കീർത്തനത്തിൽ ആദ്യം വായിച്ചതുപോലെ നമ്മളെ കർത്താവ് ചില റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിച്ചിരിക്കുന്നു. ആ റെസ്പോൺസിബിലിറ്റി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഏൽപ്പിക്കുന്നത് നമ്മുടെ പ്രയോറിറ്റി ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത്, ഇൻ ഷോർട്ട്, ആർ യു ഗ്ലോറിഫൈങ് മൈ നെയിം? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ കൂടെ കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തുന്നുണ്ട്. അപ്പൊ കർത്താവിനെ പ്രയോറിറ്റൈസ് ചെയ്യുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം 4 കാരണങ്ങളാണ് ഈ അധ്യായത്തിൽ ഈ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കണം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിത്തീരും. അപ്പൊ എന്റെ പ്രയോറിറ്റി പണ്ട് വേറെ എന്തെങ്കിലും ആയിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ എന്റെ പ്രയോറിറ്റി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കാരണം കർത്താവിന്റെ വചനം കേട്ട് എനിക്ക് ശുദ്ധി വന്നിരിക്കുന്നു. അപ്പൊ ശുദ്ധി ആർക്ക് ആവശ്യം? Who needs cleansing? Next question. Who needs cleansing? ക്ലീൻ അല്ലാത്ത ആൾക്കാർക്ക് ക്ലീൻ ആകണം. ഇപ്പൊ കുളിച്ച് കുട്ടപ്പനായിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് നീ പോയി കുളിക്കണമെന്ന് ആരെങ്കിലും പറയുന്നത് ഇല്ല. ഞാൻ ഒന്ന് കുളിച്ചാൽ നീ ഒരാഴ്ച കുളിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ ഞാൻ ക്ലീൻ ആയി, അതുകൊണ്ട് ഇനി എനിക്ക് ക്ലീൻ ആകണ്ട എന്ന് പറയാനാർക്കും പറ്റത്തില്ല. കർത്താവിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോ, നമ്മൾ ധ്യാനിക്കുമ്പോഴൊക്കെയും നമുക്ക് ശുദ്ധി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശുദ്ധി വേണം. അങ്ങനെ ശുദ്ധി വന്ന് പരാജയങ്ങൾ വരും, പിന്നെയും കർത്താവ് ശുദ്ധീകരിക്കും. തോൽവികൾ വരും, കർത്താവ് ശുദ്ധീകരിക്കും. അങ്ങനെ ശുദ്ധീകരിച്ച് നമ്മളെ കർത്താവ് പറയുവാ, ശുദ്ധീകരിച്ച നിന്റെ ജീവിതത്തിൽ കൂടെ എന്റെ നാമം മഹത്വപ്പെടണം. അപ്പൊ കർത്താവിന്റെ വചനം നമുക്ക് കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമാണ്, അല്ലെ? കർത്താവ് ഇവിടെ പറയുന്നത്, ത്രൂ മൈ സ്പോക്കൻ വേർഡ്സ്, മൈ റെക്കോർഡ്. നമ്മളോട് യേശു അന്നത്തെ പോലെ നമ്മൾ ആ കാലത്തില്ല. അപ്പൊ നമുക്ക് ഈ വചനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വന്നിരിക്കുന്നു. ആ വചനങ്ങൾ വായിക്കുമ്പോൾ, ആ വചനങ്ങൾ കേൾക്കുമ്പോൾ, ആ മൊബൈലിൽ കൂടെ ഓഡിയോ കേൾക്കുമ്പോൾ, ഇതെല്ലാം ചെയ്യുമ്പോൾ ദൈവവചനം എവിടെ കേട്ടാലും അതിൽ കൂടെ ശുദ്ധീകരണം ഉണ്ടാകും. അതായത് ദൈവവചനം കേൾക്കുന്നതിന്റെ വേറെ രഹസ്യങ്ങളൊന്നുമില്ല. കർത്താവിനോട് എപ്പോഴും വചനം കേൾക്കുമ്പോൾ പറഞ്ഞു, അതിന്റെ കർത്താവേ അവിടുത്തെ വചനം എന്നെ ശുദ്ധീകരിക്കണേ, കറുത്ത വചനം എന്നെ ശുദ്ധീകരിക്കും. അപ്പൊ അങ്ങനെ ശുദ്ധീകരിച്ച് നമ്മുടെ പ്രയോറിറ്റി, അപ്പൊ പണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ പ്രയോറിറ്റി ഇറ്റ് വാസ് വേൾഡ്ലി. ലോകപരമായ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, ലോകപരമായ ഡിസൈർസ് ഉണ്ടായിരുന്നു, ലോകപരമായ മോട്ടീവ്സ് ഉണ്ടായിരുന്നു. പക്ഷെ വചനം കേട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. നമ്മുടെ ഫാസ്റ്റിംഗ് പ്രേയറിൽ റോബിൻ പാസ്റ്റർ വന്നപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഞാനത് കഴിഞ്ഞ് ചിന്തിച്ചാൽ അതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം പറയണമെന്ന്. നമ്മുടെ ദാസൻ പറഞ്ഞ എത്ര കറക്റ്റാണെന്ന് അറിയാമോ? പാസ്റ്റർമാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി കല്യാണത്തിനും മരണത്തിനും സംസാരിക്കുന്നത്. റോബിൻ പാസ്റ്റർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സത്യമാണ്. ഏറ്റവും കൂടുതൽ പാസ്റ്റേഴ്സ് കള്ളം പറഞ്ഞത് കല്യാണത്തിന്, മരണത്തിന്. ആകെ 2 പ്രാവശ്യം കണ്ടവരെ പറയും, ഈ കൊച്ചിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം, കുഞ്ഞുനാൾ മുതൽ അറിയാം. ഞാനൊരു മരണ ശുശ്രൂഷയിൽ പങ്കെടുക്കപ്പെട്ട നാട്ടില്. അപ്പൊ അവിടെ ഒരു പിതാവ് മരിച്ചു കിടക്കുക. അപ്പൊ ആ പിതാവിന്റെ മകൻ